പ്രിന്റു മഹാദേവ് മുനമ്പത്തുകാരെ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആരാണ്? ഒരു തെറ്റിദ്ധരിപ്പിക്കില്ല അസ്കർ സാർ തന്നെ ഇതിന്റെ നിയമ സാങ്കേതിക കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞു ഇതിനകത്ത് നിയമപരമായ കാര്യങ്ങളുണ്ട്, രാഷ്ട്രീയപരമായ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ പറയുന്നത് തന്നെയാണല്ലോ സാർ, ഇതിനകത്ത് ശാസ്ത്രീയമായ പരിഹാരം എന്ന രീതിയിൽ വഖഫിന്റെ അമെന്റ്മെന്റ് അല്ലേ നടത്തേണ്ടത്? വഖഫിന്റെ അമെന്റ്മെന്റ് നടക്കുന്നത് നിങ്ങൾ എന്തിനാ എതിർക്കുന്നത്? നിങ്ങൾ പറഞ്ഞ രാഷ്ട്രീയപരമായിട്ടും നിങ്ങൾ പറഞ്ഞ നിയമപരമായിട്ടുള്ള ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ പരിഹാരം അമെന്റ്മെന്റ് ആണ്. ആ അമെന്റ്മെന്റ് വരുന്ന സമയത്ത് തന്നെയാണല്ലോ നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾ പറഞ്ഞ ഈ മുസ്ലിം കൂട്ടായ്മയായിട്ടുള്ള ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു മുസ്ലിം പേഴ്സൺ ഇതിനെതിരെ പോയി കഴിഞ്ഞാൽ ചാലഞ്ച് ചെയ്യപ്പെടും. അപ്പൊ എങ്ങനെയാണ് രാഷ്ട്രീയപരമായ പരിഹാരം ഉണ്ടാവുക? മുസ്ലിം ലീഗിന്റെ ഇടപെടൽ ഉണ്ടാവുക? SDFയും പോപ്പുലർ ഫ്രണ്ടിനെയും ആളുകൾ പറയുന്നു വഖഫിന്റെ 1 സെന്റ് പോലും ഭൂമി പോലും ഈ കേരളത്തിൽ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് അവർ പറയുന്നു. അവിടെ എങ്ങനെയാണ് രാഷ്ട്രീയ പരിഹാരം ഉണ്ടാവുക? അപ്പൊ അതിനൊക്കെ ശാസ്ത്രീയമായ പരിഹാരം എന്ന രീതിയിലാണല്ലോ ബില്ല് വരുന്നത്. ആ ബില്ല് വരുന്ന സമയത്ത് നിങ്ങൾ അതിനകത്തുള്ള അപാകതകൾ ഏതെങ്കിലും രീതിയിലുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഇതിനെ ഞങ്ങൾ എതിർക്കുന്നു, മോഡി സർക്കാർ കൊണ്ടുവരുന്ന ബില്ലായതുകൊണ്ട് എതിർക്കുന്നു നാഴികയ്ക്ക് 40 വട്ടം പറയുകയല്ലേ. ഇപ്പൊ നോക്കി, ഈ പാലക്കാട് ജില്ലയിൽ ഇപ്പോ കൃഷിഭൂമിയുണ്ട്, വീടുടമസ്ഥൻ ഭൂമിയുണ്ട്. 2 സെന്റ് മുതൽ 1/2 ഏക്കർ വരെ ഭൂമി സർവ്വസാധാരണക്കാരൻ പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന മണ്ണാണ് ഇവിടെ വഖഫ് വന്നിട്ട് അത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറയുന്നത്. അപ്പൊ അത് തെളിയിക്കേണ്ട ബാധ്യത ഈ പറയുന്ന 2 സെന്റുകാരനുണ്ട്, 1/2 സെന്റുകാരനുണ്ട്, 1/2 ഏക്കർ ഭൂമി കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആരാണ് പ്രതിസന്ധിയിലാകുന്നത്? അപ്പൊ ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് ഈ ബില്ല് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറയുന്നത്. അത് പറയുമ്പോൾ ഞങ്ങൾ മുസ്ലിം സമൂഹത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയ പ്രചരണം നടത്തുന്ന നിങ്ങളാണ്. ഇവിടെ ഇതിനുള്ള ശാസ്ത്രീയമായ പരിഹാരം എന്ന് പറയുന്നത് BJP മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയമാണ്, നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള വഖഫ് അമെന്റ്മെന്റ് ബില്ലാണ്. ആ ബില്ല് പാർലമെന്റിൽ വരുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഇപ്പൊ നോക്കൂ, ഒറ്റ ദിവസം കൊണ്ടാണ് 2226 സ്ഥലങ്ങളിൽ പാലക്കാട് ജില്ലയിൽ 2226 സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കേരളത്തിൽ എത്ര പ്രദേശങ്ങൾ ഉണ്ടാവും? ഒരുപക്ഷെ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റും തളി അമ്പലവും കണ്ണൂർ ടൗണും തൃശൂർ ടൗണും പാലക്കാട് ടൗൺ അടക്കമുള്ള കോട്ടയം അടക്കമുള്ള സ്ഥലങ്ങൾ വഖഫിന്റേതാണെന്ന് പറയുന്ന രീതിയിലേക്കുള്ള വസ്തുതയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത, ഇതിനകത്ത് നിങ്ങൾ വഖഫ് മാറ്റിവെക്കുക. ഇപ്പൊ കേരളത്തിൽ തന്നെ ബ്രഹ്മസ്വവും ദേവസ്വവും അല്ലാത്ത ഏത് ഭൂമിയാണുള്ളത്? അങ്ങനെ ബ്രഹ്മസ്വവും ദേവസ്വം ബോർഡുകൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഭൂമി ഉണ്ടാവില്ല. അപ്പൊ അത് സത്യമാണ് ബ്രഹ്മസ്വം. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് ഇതിനകത്ത് കൃത്യമായി ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനത്തിൽ നിന്ന് ഇടത് വലത് മുന്നണികൾ മാറണം. ഇപ്പൊ കണ്ണാടി, മാത്തൂര്, പിരായിരി പഞ്ചായത്തുകളിൽ ഭൂമി നഷ്ടപ്പെടാൻ പോകുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടേതാണ്, ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളല്ല. ഞങ്ങൾ ലിസ്റ്റ് പരിശോധിച്ചു. മാത്തൂരിലെയും കണ്ണാടിയിലെ പിരായിരിയിലെയും സലീമും ഷെരീഫും അടക്കമുള്ള ആളുകളുടെ ഭൂമിയാണ് വഖഫ് ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പൊ ആ രീതിയിലുള്ള പ്രചരണം നടക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി ആക്കി നിങ്ങൾ മാറ്റുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് മുനമ്പത്തായിക്കോട്ടെ, പാലക്കാട്ടായിക്കോട്ടെ, തളിപ്പറമ്പിലായിക്കോട്ടെ, ഇനി ഡൽഹിയിലെ പാർലമെന്റ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മതേതര രാജ്യത്ത് മതേതര ഭരണകൂടത്തിന്റെ ഇടപെടൽ നടക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇല്ലാതായി തീർക്കേണ്ടതുണ്ട്. ദേവസ്വമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനെ ദേവസ്വമായി ബന്ധപ്പെട്ട് ദേവസ്വത്തിന് ചുറ്റുമുള്ള ഭൂമികൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അതിന്റെ ഒരു 50 വർഷത്തെ 60 വർഷത്തെ പഴക്കം പരിശോധിച്ച് കഴിഞ്ഞ് ഇപ്പോൾ താമസിക്കുന്നത് ശങ്കരനും ഷെരീഫും രാമനുമാണ്. ആ ശങ്കരന്റെയും രാമന്റെയും ഷെരീഫിന്റെയും ഭൂമിയെ ദേവസ്വത്തിനാണെന്ന് പറഞ്ഞു കണ്ട് ദേവസ്വം ഇടപെടുന്ന സമയത്ത് അതിന് പരിമിതികളുണ്ട്. പക്ഷെ വഖഫിന്റെ ഇടപെടലിൽ പരിമിതികളില്ല എന്നുള്ള വസ്തു കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങോട്ട് നിയമത്തിനാണല്ലോ, എന്നേക്കാൾ നിയമത്തെക്കുറിച്ച് ആധികാരികമായി അറിവുള്ള ഒരു വ്യക്തിത്വമാണ്. അങ്ങനെ തന്നെ പറഞ്ഞു ഇതിനകത്തുള്ള പരിഹാരം ഏതാണെന്നുള്ളത്. ആ പരിഹാരം എന്ന രീതിയിലാണ് അമെന്റ്മെന്റ് ബില്ല് എന്ന് പറയുന്ന രീതിയിൽ BJP മുന്നോട്ട് വരുന്നത്. അത് തന്നെയാണ് ഇനി നടപ്പാക്കപ്പെടേണ്ടത്.